ഇതൊരു സിമ്പിൾ വീഡിയോ ആണ്. എന്നാൽ ഈ വീഡിയോ പറയുന്ന 3 കൊച്ചു കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ മാജിക് സംഭവിക്കും. കാരണം ഇത് 2 ജീവിച്ചിരിക്കുന്ന മനുഷ്യരുടെ സിമ്പിൾ ടെസ്റ്റിമോണിയാണ്. ഈ വീഡിയോ താഴെ പറയുന്ന 3 കാറ്റഗറി ആളുകൾ മാത്രമേ കാണേണ്ടതുള്ളൂ. 1. ജനിച്ച നാൾ മുതൽ കണ്ടുവളർന്ന സാമ്പത്തിക ഇല്ലായ്മ തൻ്റെ വാർദ്ധക്യകാലത്തും തൻ്റെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാവരുത് എന്ന് നിർബന്ധമുള്ളവർ. 2. എത്രയൊക്കെ ശ്രമിച്ചിട്ടും സാമ്പത്തിക പുരോഗതി എന്തുകൊണ്ടുണ്ടാവുന്നില്ല എന്ന് സ്വയം ചോദിച്ചുകൊണ്ടിരിക്കുന്നവർ. 3. ദൈവം കനിഞ്ഞു നൽകിയ സാമ്പത്തിക സൗഭാഗ്യങ്ങൾ തൻ്റെ അറിവില്ലായ്മ കൊണ്ടും എടുത്തുചാട്ടം കൊണ്ടും അഹങ്കാരം കൊണ്ടും നഷ്ടപ്പെടുത്തിയല്ലോ ദൈവമേ എന്നോർത്ത് പശ്ചാത്തപിക്കുന്നവർ. അതെ, ഇതൊരു പാഠമാണ്, ഒരു തിരിച്ചറിവാണ്, വേണ്ടവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ഒരു ഉപദേശമാണ്. ഇതിനെ നമുക്ക് സ്വീകരിക്കാം, നിരാകരിക്കാം, പുച്ഛിക്കാം, തനിക്ക് വേറെ പണിയില്ലേ എന്ന് ചോദിക്കാം, ആദ്യം താൻ കോടീശ്വരനാവൂ എന്നിട്ട് എന്നെ ഉപദേശിക്കൂ എന്ന് പറഞ്ഞ് എനിക്കെതിരെ കമൻറ്റുകൾ ഇടാം. പക്ഷേ അതൊന്നും വെൽത്ത് ക്രിയേഷൻ എന്ന നമ്മുടെ സ്വപ്നത്തിന് വളമിടില്ല എന്നറിയാൻ ഞാനൊരു കൊച്ചു കഥ പറയാം. സർ, ഞാനൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു, എന്താണ് സാറിൻ്റെ അഭിപ്രായം എന്ന് എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ മൊബൈൽ ഫോൺ കോൺടാക്റ്റ് ലിസ്റ്റ് സെർച്ച് ചെയ്ത് ഒരു നമ്പർ എടുത്തു തന്നിട്ട് പറഞ്ഞു, ഈ ആളിനെ വിളിക്കുക, ഞാനാണ് നമ്പർ തന്നത് എന്ന് പറഞ്ഞുകൊള്ളൂ. നമ്മുടെ ടൗണിൽ കഴിഞ്ഞ കുറേ വർഷം മുമ്പ് വരെ ഏറ്റവും നല്ല ടെക്സ്റ്റൈൽ ഷോപ്പ് നടത്തി വീട്ടിൽ ആനയും ബസ്സും വരെ ഉണ്ടായിരുന്ന 3-4 സിനിമകൾ നിർമ്മിച്ച ഒരാളാണ് ഇദ്ദേഹം. ഇന്ന് താമസം വാടക വീട്ടിലാണ്. ഇദ്ദേഹത്തിൻ്റെ അടുത്തിരിക്കൂ, അദ്ദേഹം യെസ് പറഞ്ഞാൽ കട തുടങ്ങാം. സർ, ഇയാൾ ബിസിനസ്സിൽ പരാജയപ്പെട്ട ആളല്ലേ, ഇയാളിൽ നിന്ന് എന്ത് പഠിക്കാൻ? കുഞ്ഞെ, ഡോക്ടർ അബ്ദുൽ കലാം സാറിൻ്റെ പ്രശസ്തമായ ഒരു കോട്ടുണ്ട്, ഡോണ്ട് റീഡ് ജസ്റ്റ് സക്സസ് സ്റ്റോറീസ്, യു വിൽ ഗെറ്റ് ഒൺലി മെസ്സേജസ്. റീഡ് ഫെയിലിയർ സ്റ്റോറീസ്, യു വിൽ ഗെറ്റ് സം ഐഡിയാസ് ടു ഗെറ്റ് സക്സസ്. യൂട്യൂബിലടക്കം സംഭവിച്ച സ്വന്തം വീഴ്ചയും തെറ്റുകളും പലരും ഷെയർ ചെയ്യുമ്പോൾ അവരെ പുച്ഛിക്കുന്ന, പൊട്ടിപ്പോയ ഒരാളുടെ ഉപദേശം ആർക്ക് വേണമെന്ന് പരിഹസിക്കുന്ന നമ്മൾ അറിയണം, മറ്റുള്ളവരുടെ അനുഭവങ്ങളാണ് ഏറ്റവും നല്ല ഗുരുനാഥൻ. നഷ്ടമില്ലാതെ പഠിക്കാൻ പറ്റിയ പാഠത്തോളം വരുമോ കയ്യിലുള്ളതെല്ലാം നഷ്ടപ്പെടുത്തി പഠിച്ചാലേ ശരിയാവൂ എന്ന പിടിവാശി. ഇനി കാര്യത്തിലേക്ക്. കഴിഞ്ഞ ആഴ്ച സ്കൂളിൽ ഒരുമിച്ച് പഠിച്ച കുട്ടികളുടെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. വർഷങ്ങൾക്ക് ശേഷം അവിടെ വെച്ച് കണ്ട 2 പഴയ സഹപാഠികളുടെ ഒപ്പം ചെലവഴിച്ച കുറച്ച് നിമിഷങ്ങളിൽ അവർ ഷെയർ ചെയ്ത 3 അറിവുകളാണ് ഈ വീഡിയോയുടെ അടിസ്ഥാനം. ഈ 2 പേരും പഠിക്കാൻ വെറും ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ്. 2 പേരും വളരെ പാവപ്പെട്ട ബാക്ക്ഗ്രൗണ്ട്. ഒരാൾ പുറംപോക്കിൽ ചായക്കട നടത്തിയിരുന്ന അപ്പൻ്റെ 3 മക്കളിൽ മൂത്ത ആൾ. രണ്ടാമൻ ഒരു സാധാരണ സർക്കാർ ജോലിക്കാരൻ്റെ 6 മക്കളിൽ ഒരാൾ. 2 പേരും ബുദ്ധിമുട്ടും വിഷമങ്ങളും മാത്രം കണ്ടു വളർന്നവർ. ഇന്നിപ്പോൾ ഒരാൾ ഗൾഫിൽ, മറ്റേയാൾ വടക്കേ ഇന്ത്യയിൽ കമ്പനി ജോലിയിൽ. 2 പേരും സ്വന്തം വീട് വെച്ചു, മക്കളെ നന്നായി പഠിപ്പിച്ചു, തരക്കേടില്ലാത്ത സമ്പാദ്യവും ഉണ്ടാക്കി. പറയത്തക്ക യാതൊരു സാമ്പത്തിക പരാധീനതകളും ഇല്ലാതെ ജീവിക്കുന്നു. ഇവർ 2 പേരോടും സംസാരിച്ചപ്പോൾ അവർ പങ്കുവച്ച ഇന്നത്തെ അവസ്ഥയിലെത്താൻ വേണ്ടി അവർ ചെയ്ത പല കാര്യങ്ങളിൽ എന്നെ സ്വാധീനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ പറയാം. ഇത് പറയണമെന്ന് തോന്നാൻ കാര്യം, ഈ 3 കാര്യം ഒരു വ്രതമായി എടുത്താൽ ഒരാൾ പരാജയപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇന്ന് പലർക്കും ഒന്നുകിൽ സമ്പാദ്യമില്ലായ്മ, അല്ലെങ്കിൽ താങ്ങാനാവാത്ത കടം, അതുമല്ലെങ്കിൽ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ട് പശ്ചാത്താപത്തിൻ്റെ ഭാരവും പേറി സ്വയം ശപിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവം നല്ലൊരു നാളെ തരും എന്ന വിശ്വാസവുമായി ദിവസങ്ങൾ തള്ളി നീക്കുമ്പോൾ ഈ അനുഭവ പാഠങ്ങൾ
തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാൾ 100% വിജയിക്കും എന്ന് എനിക്കുറപ്പുണ്ട്. ഇത് സ്വീകരിക്കാം, നിരാകരിക്കാം. പഠിച്ചത് പ്രാവർത്തികമാക്കി എങ്ങനെ ജീവിതത്തിൽ മുന്നേറാം എന്നറിയുവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളെങ്കിലും ഈ വീഡിയോ കാണുന്നവരുടെ കൂട്ടത്തിലുണ്ടാവും. ആ ഒരാൾക്കുള്ളതാണ് ഈ വീഡിയോ. എന്താണ് ആ 3 കാര്യങ്ങൾ? എൻ്റെ 2 കൂട്ടുകാരുടെ വാക്കുകളിൽ ഞാൻ കേട്ടത്. 1. ഇല്ലായ്മയുടെ ദുഃഖം പേറിയ ചെറുപ്പകാലം എൻ്റെ ഉള്ളിൽ ഒരു വാശിയുണ്ടാക്കി. ഞാൻ പൈസാക്കാരനാവും. അതെ, പണം ഉണ്ടാക്കണമെന്ന ഭ്രാന്തമായ വാശി മനസ്സിൽ അടിച്ചുറപ്പിച്ചു. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ ബാല്യവും ജീവിതവും ഉണ്ടാവരുത്. അതിനു വേണ്ടത് 2 കാര്യങ്ങളാണ്. 2. പൈസയെ പ്രേമിക്കുക. പൈസയെ ഭ്രാന്തമായി പ്രേമിക്കുക. ബി ക്രേസി അബൌട്ട് മണി. അപ്പോൾ എന്താവും റിസൾട്ട് എന്ന് പറയാൻ അതിൽ ഒരാൾ ഒരു കൊച്ചു കഥ പറഞ്ഞു. നമ്മൾ വീട്ടിൽ ഒരു മുന്തിയ ഇനം പട്ടിക്കുഞ്ഞിനെ വാങ്ങിക്കൊണ്ടുവന്നു. അതിന് അപ്പു എന്ന് പേരിട്ടു. എന്നിട്ട് വീട്ടിലെ ജോലിക്കാരിയോട് പറഞ്ഞു, ഞങ്ങൾക്ക് സമയമില്ല, നീ ഇതിൻ്റെ എല്ലാ കാര്യവും നോക്കിക്കൊള്ളണം. അവർ അത് അക്ഷരം പ്രതി അനുസരിച്ചു. കുളിപ്പിച്ചു, കൊഞ്ചിച്ചു, ആഹാരം കൊടുത്തു, കൂടെ കൊണ്ടു നടന്ന് വളർത്തി. ഒരു ദിവസം ഭാര്യയും ഭർത്താവും സ്വീകരണ മുറിയിലിരുന്ന് മൊബൈൽ ചെക്ക് ചെയ്യുന്നു. ജോലിക്കാരി തറ തുടയ്ക്കുന്നു. പെട്ടെന്ന് അപ്പു മുറിയിലേക്ക് കയറി വന്നു. നമ്മൾ വിളിച്ചു, അപ്പു വാ, കം ഹിയർ, കം ഹിയർ. അത് നമ്മളെ ഒന്ന് നോക്കി, എന്നിട്ടൊന്ന് വാലാട്ടുക പോലും ചെയ്യാതെ ഒറ്റ ഓട്ടം ജോലിക്കാരിയുടെ അടുത്തേക്ക്. അവരെ മുട്ടിയുരുമ്മി കൊഞ്ചിക്കുഴഞ്ഞ് നടക്കുന്നത് കണ്ടപ്പോൾ ഭാര്യ പറഞ്ഞു, അതാണ് സ്നേഹം, കൊടുത്താൽ മാത്രം കിട്ടുന്ന സ്നേഹം. നമ്മളാണ് പട്ടിയുടെ ലീഗൽ ഓണർ, എന്നാൽ പട്ടിക്കതിൻ്റെ യജമാനൻ നമ്മളല്ല. ആഹാരം കൊടുക്കുന്ന, കൊഞ്ചിക്കുന്ന, കുളിപ്പിക്കുന്ന, കളിപ്പിക്കുന്ന അവളാണ്. എന്തിനേയും സ്നേഹിച്ചാൽ, ലാളിച്ചാൽ, ബഹുമാനിച്ചാൽ, വേണ്ടത്ര പരിഗണന നൽകിയാൽ മാത്രമേ അത് നമ്മുടെ കൂടെ നിൽക്കൂ. പൈസയെ സംബന്ധിച്ചും ഇത് 100% ശരിയാണ്. പൈസ ലക്ഷ്മിയാണ്, ഐശ്വര്യമാണ്. എത്ര കൂടുതൽ നമ്മളതിനെ ഇഷ്ടപ്പെടുന്നുവോ, ബഹുമാനിക്കുന്നുവോ, അത്രയും അത് നമ്മുടെ കൂടെ നിൽക്കും. അത്രയേ നിൽക്കൂ. ഇല്ലെങ്കിൽ അപ്പു അതിൻ്റെ വഴിക്ക് പോകും. പീരിയഡ്. ശരിയല്ലേ? ഞാൻ പൈസയെ ഭ്രാന്തമായി സ്നേഹിച്ചു, സൂക്ഷിച്ച് കരുതലോടെ മാറ്റിവെച്ചു. അവർ പറഞ്ഞു നിർത്തി. ഇനി 3ാമത്തെ കാര്യം, അതാണ് ഏറ്റവും പ്രധാനം. സമ്പാദിക്കാൻ വേണ്ടി സമ്പാദിച്ചാൽ മാത്രം സമ്പന്നനാവും എന്ന അമൂല്യമായ പാഠം തലയിലേക്ക് അടിച്ചു കയറ്റി. ഒരു ഭ്രാന്ത് പോലെ. സമ്പാദിക്കണം എന്നതൊരു ഭ്രാന്തായി മാറിയപ്പോൾ, പൈസയെ ഭ്രാന്തമായി സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ, വിജയിക്കണമെന്ന വാശി ഒരു ഭ്രാന്തായപ്പോൾ ഞാൻ സാമ്പത്തികമായി വിജയിച്ചു സുഹൃത്തെ. വെരി ഗുഡ്. അതിന് നിങ്ങൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുത്തത്? വിശദീകരിക്കാമോ? ഞാൻ ചോദിച്ചു. പിന്നെന്താ, പറയാം. അവർ പറഞ്ഞ 3-4 പോയിന്റ്സ് ഇതായിരുന്നു. 1. ലോൺ എടുത്ത് വീട് വയ്ക്കില്ല എന്ന് ആദ്യമേ മനസ്സിലുറപ്പിച്ചു. യാതൊരു മടിയും കൂടാതെ വാടക വീട്ടിൽ താമസിച്ചു വർഷങ്ങളോളം. പൈസ കൂട്ടിക്കൂട്ടി വെച്ച് ഒലിപ്പിക്കാൻ വേണ്ടതെല്ലാം പഠിച്ചു ചെയ്തു. കയ്യിലുള്ള പൈസ കൂടിക്കൂടി വന്നു. 2. പുതിയ വണ്ടി വാങ്ങില്ല എന്ന് മനസ്സിലുറപ്പിച്ചു. അതെന്താണ്? മനസ്സിലായില്ല. ഞാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യം ഒരു 2 വീലർ വാങ്ങി, പിന്നെ ഒരു കാർ. പക്ഷേ രണ്ടും സെക്കൻഡ് ഹാൻഡ്. അതെന്താണ്? ഒന്നുകൂടി വിശദീകരിക്കൂ. 7-8 ലക്ഷം കൊടുത്താൽ ഒരു പുതിയ കാർ വാങ്ങാം. എന്നാൽ 25,000 കിലോമീറ്റർ ഓടിയ 2-3 വർഷം പഴക്കമുള്ള അതേ ബ്രാൻഡ് നല്ല കണ്ടീഷനുള്ള കാർ നമുക്ക് 4-5 ലക്ഷത്തിന് കിട്ടും. ലാഭം 30 മുതൽ 40% വരെ. ഒരു വണ്ടി യാതൊരു പ്രശ്നവുമില്ലാതെ 10-15 വർഷം ഓടും. അപ്പോൾ 3-4 ലക്ഷം സേവ് ചെയ്തു. അങ്ങനെ സേവ് ചെയ്താൽ സമ്പാദ്യം കൂടില്ലേ? നാട്ടുകാരെ കാണിക്കാൻ, സ്വന്തം ഈഗോ സാറ്റിസ്ഫൈ ചെയ്യാൻ പുതിയ വണ്ടി വാങ്ങില്ല എന്ന ഉറച്ച തീരുമാനം ആദ്യമേ എടുത്തു. അതേപോലെ ഷർട്ട്, പാൻ്റ് അടക്കം ബ്രാൻഡഡ് സാധനങ്ങൾ വാങ്ങില്ല എന്ന് ആദ്യമേ തീരുമാനിച്ചു.
1500 രൂപയ്ക്ക് കിട്ടുന്ന ഷർട്ടിന് പകരം 300 രൂപയുടെ ഷർട്ട് വാങ്ങി ഞാൻ ഉപയോഗിക്കുന്നു. 4. പൈസ അടിച്ചു കളയാതെ ചെറിയ ചെറിയ ഔട്ടിങ്സ്, ഡൈനൗട്ട്സ് മാത്രമേ ചെയ്യൂ എന്ന് തീരുമാനിച്ചു. 5. ഗൃഹപ്രവേശം, കല്യാണം, പള്ളി, അമ്പലം എന്നിവയ്ക്ക് ഗിഫ്റ്റ്, സംഭാവന ഇവ കൊടുക്കുമ്പോൾ പേരിന് മാത്രം കൊടുത്താൽ മതി എന്ന് തീരുമാനിച്ചു. ഫലം, തുടക്കത്തിൽ 500 രൂപ വരുമാനം കിട്ടിയപ്പോഴും 100 രൂപയെങ്കിലും മിച്ചം വെച്ചിട്ട് ബാക്കി കൊണ്ടേ ചെലവ് കഴിയൂ എന്ന് ഉറപ്പിച്ചു. യാതൊരു കോംപ്രമൈസും ചെയ്യാതെ അത് ഫോളോ ചെയ്തു നടപ്പിലാക്കി. അവർ അഭിമാനത്തോടെ പറഞ്ഞു നിർത്തിയപ്പോൾ എൻ്റെ മുന്നിൽ ഒരു പ്ലക്കാർഡ് പോലെ ഒരു വാചകം പൊങ്ങി വന്നു. പൈസ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ എന്നെ ഇന്ന് കരുതലോടെ സൂക്ഷിക്കൂ, നാളെ ഞാൻ നിന്നെ കരുതലോടെ സൂക്ഷിക്കാം. യെസ്, മണി സ്പീക്സ് only one language. If you save me today, I shall save you tomorrow. ഈ വീഡിയോ താങ്കൾക്ക് വിജയത്തിലേക്ക് ഒരു ചൂണ്ടുപലകയാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു വെരി മച്ച്. മേ ഗോഡ് ബ്ലെസ് യു.